ഏറനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ഷഫീർ കീശേരി, അഡ്വക്കേറ്റ് ഷഫീർ കീശേരി നമ്മോടൊപ്പം ചേരുകയാണ്. ഒരു നല്ല ചൂടുള്ളൊരു സമയമാണ്, പക്ഷെ വലിയ തലത്തിൽ ആളുകളുടെ ഒരു ആവേശമൊക്കെ കാണുന്നുണ്ട് അല്ലേ? അതല്ലേ തണുപ്പല്ലേ ഇതൊക്കെ. നമ്മൾ അന്തരീക്ഷം ചൂടാകുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് എന്താ പറയാ നമ്മുടെ സഹായകരമായ വടുവൃക്ഷങ്ങൾ, തണുപ്പ് നൽകുന്ന വടുവൃക്ഷങ്ങൾ നമ്മൾക്കൊപ്പം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചൂടില്ല, നമ്മളും തണുപ്പിലേക്ക് പോവാണ്. ഇവരുടെ കൂടെ ആവേശത്തോടു കൂടി ഇവർക്ക് ആവേശം ഉണ്ടെങ്കിൽ പിന്നെ എന്താ സ്ഥാനാർത്ഥിക്ക് ആവേശത്തിന്റെ കുറയേണ്ട കാര്യമില്ലല്ലോ. ഇത്തവണ ഒരു യുവത്വത്തെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങളൊക്കെ വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്നു എന്നത് നമുക്ക് തന്നെ ബോധ്യമാകുന്നുണ്ട്. വിജയിക്കും. സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് ഞങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ആ സർക്കാർ തുടരണമെന്ന് ജനങ്ങളുടെ ആഗ്രഹമാണ്. അതിനോടൊപ്പം തന്നെ നിലവിലെ 15 വർഷക്കാലമായുള്ള ഏറനാട് നിയോജക മണ്ഡലത്തിലെ ഒരു പോരായ്മകൾ, വികസനം എന്ന് ഫ്ലെക്സ് ബോർഡിൽ എഴുതി വെക്കുകയും എന്നാൽ നാട്ടിലെ ജനങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാനും ജീവിതത്തിൽ അനുഭവിക്കാനും കഴിയാത്തൊരു പ്രയാസമുണ്ട്. അതിവിടെ വലിയ രൂപത്തിൽ ചർച്ചയാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഏറനാട്ടിൽ വികസിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ജനങ്ങൾക്ക് അനുഭവിക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ MLA ആയിരുന്ന ആൾ തന്നെയാണ് ഇത്തവണയും ഓപ്പോസിറ്റ് സൈഡ് മത്സരിക്കാനുള്ളത്. എങ്ങനെയാണ് മത്സരത്തെ കാണുന്നത്? മത്സരം എന്താ ജയിക്കും, അതിലെന്താ സംശയം? കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ച് ജയിച്ച ആളാണ് എന്നത് ഇത്തവണ ജയിക്കാനുള്ളൊരു കാരണമാണോ? അങ്ങനെയാണെങ്കിൽ KP മജീദും കുഞ്ഞാലിക്കുട്ടിയൊക്കെ പരാജയപ്പെടാൻ പാടില്ലല്ലോ. അതാണ് ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ അട്ടിമറികളുടെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഈ ഏറനാട് അങ്ങനെ പിന്നെന്താ, തർക്കമില്ല. 4-ാം തീയതിയിലെ റിപ്പോർട്ട് റെഡിയാക്കി വെച്ചോളൂ. അട്ടിമറിക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ നൽകുന്നതാണ് വിശ്വാസം, ആത്മവിശ്വാസം. അതായത് എന്റെ ആത്മവിശ്വാസം. ഞാൻ വലിയ ഒരാളോ അല്ലെങ്കിൽ എനിക്ക് 10,000 കണക്കിന് വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ ഇതുപോലെയുള്ള നാട്ടിലെ ജനങ്ങൾ നൽകുന്ന വലിയ ആത്മവിശ്വാസമുണ്ട്. അതിൽ UDF ഉണ്ട്, LDF ഉണ്ട്, രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനും എല്ലാ ജാതി മത കക്ഷി ഭേദമന്യേ എല്ലാ മനുഷ്യരും നമ്മൾ ഓടിച്ചെന്ന് കൈപിടിക്കുമ്പോൾ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് എന്നൊരു വാക്ക് പറയുന്നത്. ആ വാക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കിക്കോ എന്ന് പറയുന്നത്. ആ ആത്മവിശ്വാസമാണ്. മറ്റ് എതിർ സ്ഥാനാർത്ഥി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുടരുന്ന ആളാണ്. ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അവിടെ ആദ്യം തന്നെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ വിഷയത്തിൽ? പറയൂ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു അനുകൂല ഘടകം? യെസ്, സ്വാഭാവികമല്ലേ, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. ഇപ്പൊ UDFന്റെ ആളുകൾ ഇവിടെയൊക്കെ പ്രസംഗിക്കുന്നത് 10 വർഷമായില്ലേ കേരളം മാറട്ടെ എന്നാ. ഞങ്ങൾ വളരെ സിമ്പിളായി പറഞ്ഞു 15 വർഷമായില്ലേ ഏറനാടും മാറട്ടെ എന്നാണ് പറയുന്നത്. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഒരു റിസർവ്ഡ് അല്ലല്ലോ. ഇതൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ നമുക്കൊന്നും റിസർവ്ഡ് അല്ല. അത് മുന്നണിയും ജനങ്ങളും പൊതു സംവിധാനം ഒക്കെ താല്പര്യപ്പെടുമ്പോൾ നമ്മൾ മത്സരിക്കുന്നു. അവരത് വേണ്ടെന്ന് പറയുമ്പോൾ അത് അവസാനിപ്പിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജനങ്ങൾ പറയുമ്പോൾ തുടങ്ങുകയും നിർത്തുകയും വേണം. അതാണ് അതിന്റെ പ്രത്യേകത. ജനങ്ങളോട് മാന്യമായി സമീപനം സ്വീകരിക്കുകയും വേണം. അങ്ങനെ ഒരു മാറ്റം എറണാകുളം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ ആ സംശയിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, മീഡിയ 1 റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചോളൂ. സാധ്യതയുണ്ടാവും. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചൂടൊന്നും വകവയ്ക്കാതെ ഒരുപാട് ആളുകൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഇത്തവണ ഏറനാട്ടിൽ അട്ടിമറികൾ സംഭവിക്കാം എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ജംഷീർ കുടിജി, മീഡിയ 1 മലപ്പുറം.